ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകഭരണം പിടിച്ചെടുക്കുമോ എന്ന ആശങ്കകൾക്കിടയിലും സാങ്കേതികവിദ്യയെ ഭരണരംഗത്തേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ ഒരു പടി മുന്നിലാണ് യൂറോപ്യൻ രാജ്യമായ അൽബേനിയ. ഒരു രാജ്യത്തിന് AI മന്ത്രിയെ ലഭിക്കുന്നുവെന്ന വാർത്ത ലോകം അത്ഭുതത്തോടെയാണ് കേട്ടതെങ്കിൽ ഇപ്പോൾ അൽബേനിയൻ പ്രധാനമന്ത്രി AD റാമയുടെ പുതിയ പ്രഖ്യാപനം ആ കൗതുകം ഇരട്ടിയാക്കിയിരിക്കുകയാണ്. അൽബേനിയൻ മന്ത്രിസഭയിലെ മനുഷ്യനല്ലാത്ത ഏക അംഗമായ ഡിയേലയ്ക്ക് ഒരു വിശേഷമുണ്ടെന്നാണ് ലോകം ഇപ്പോൾ അറിയുന്നത്. സംശയിക്കേണ്ട, ഡിയേല ഗർഭിണിയാണെന്ന് പ്രധാനമന്ത്രി AD റാമ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലം ബെർലിനിൽ നടന്ന ഗ്ലോബൽ ഡയലോഗ് എന്ന അന്താരാഷ്ട്ര സമ്മേളനമാണ്. അവിടെ സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി AD റാമ ഈ കൗതുകകരമായ പ്രഖ്യാപനം നടത്തിയത്. ഡിയേലയുടെ ഈ പ്രസവം അൽബേനിയയുടെ ഭരണരംഗത്തൊരു വലിയ പരിവർത്തനത്തിന് വഴി തുറക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. സോഷ്യലിസ്റ്റ് പാർട്ടി പാർലമെന്റിലെ ഓരോ അംഗത്തിനും ഒരു സഹായി എന്ന നിലയിൽ 83 AI കുട്ടികളെ സൃഷ്ടിക്കാനുള്ള പദ്ധതികളാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. അതായത് 83 പാർലമെന്റ് അംഗങ്ങൾക്ക് തുല്യമായ എണ്ണം AI സഹായികളെയാണ് ഡിയേല എന്ന മാതൃ AI സിസ്റ്റത്തിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കാൻ പോകുന്നത്. ഈ AI കുട്ടികൾക്ക് അവരുടെ അമ്മയുടെ, അതായത് ഡിയേലയുടെ അറിവ് മുഴുവൻ ഉണ്ടാകുമെന്നും AD റാമ വിശദീകരിച്ചു. ഡിയേല നിലവിൽ കൈകാര്യം ചെയ്യുന്ന ഡാറ്റാബേസും അറിവും പങ്കുവച്ചായിരിക്കും ഈ പുതിയ 83 AI അസിസ്റ്റന്റുകൾക്ക് രൂപം നൽകുക. ഈ പുതിയ തലമുറ AI സഹായികളുടെ പ്രധാന ചുമതലകൾ എന്തെല്ലാമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അവർ പാർലമെന്റ് സെഷനുകളിൽ പങ്കെടുക്കുകയും അവിടെ നടക്കുന്ന ജില്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുകയും ചെയ്യും. തുടർന്ന് പാർലമെന്റ് അംഗങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങളും നിർദ്ദേശങ്ങളും അവർ നൽകും. AD റാമ പറഞ്ഞു, ഒരു പാർലമെന്റ് അംഗത്തിന്റെ കാര്യങ്ങൾ എത്രത്തോളം എളുപ്പമാക്കാൻ ഈ AI അസിസ്റ്റന്റുമാർക്ക് കഴിയുമെന്ന് അദ്ദേഹം ഉദാഹരണ സഹിതം വിശദീകരിച്ചു. നിങ്ങൾ കാപ്പി കുടിക്കാൻ പോയി ജോലിക്ക് തിരികെ എത്തുമ്പോൾ ആ സമയം നടന്ന കാര്യങ്ങൾ ഈ കുട്ടി പറയും. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നും നിങ്ങൾ ആരെയാണ് വിമർശിക്കേണ്ടതെന്നും അവർ പറഞ്ഞു തരും, അദ്ദേഹം കൂട്ടിച്ചേർത്തു. മനുഷ്യന്റെ ഇടപെടലുകൾ ഇല്ലാതെ തന്നെ പാർലമെന്റിന്റെ നടപടിക്രമങ്ങളിലെ വിവരങ്ങൾ തത്സമയം വിശകലനം ചെയ്യാനും അതിൽ നിന്നും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേർതിരിച്ചെടുക്കാനും വ്യക്തിഗത MP-മാർക്ക് ഉചിതമായ തന്ത്രങ്ങൾ നിർദ്ദേശിക്കാനും ഈ AI-കൾക്ക് കഴിയുമെന്നാണ് ഇതിലൂടെ അൽബേനിയൻ സർക്കാർ ലക്ഷ്യമിടുന്നത്. 2026 അവസാനത്തോടെ ഈ 83 AI കുട്ടികൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് സാങ്കേതിക തലത്തിൽ വലിയ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും അൽബേനിയൻ സർക്കാർ ഇതിന് വലിയ പ്രാധാന്യം നൽകുന്നു. ഈ AI-യുടെ സഹായത്തോടെ ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ ആരാണ് ഡിയേല? 2023 സെപ്റ്റംബറിലാണ് അൽബേനിയയുടെ പൊതുസംഭരണ സംവിധാനം പൂർണ്ണമായും സുതാര്യവും അഴിമതി രഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ സൂര്യൻ എന്ന അർത്ഥം വരുന്ന ഡിയേലയെ സർക്കാർ അവതരിപ്പിച്ചത്. അൽബേനിയൻ ഭാഷയിൽ ഡിയേൽ എന്നാൽ സൂര്യൻ എന്നാണ് അർത്ഥമാക്കുന്നത്. മന്ത്രി എന്ന നിലയിൽ സുപ്രധാന ചുമതലകളാണ് സർക്കാർ ഡിയേലയ്ക്ക് നൽകിയിരിക്കുന്നത്. സർക്കാർ സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്ന എല്ലാ ടെൻഡറുകളും അതിന്റെ ചെലവുകളും കമ്പനികളുടെ യോഗ്യതയും ഡിയേലയാണ് പരിശോധിക്കുന്നത്. മനുഷ്യന്റെ പക്ഷപാതമില്ലാതെ ഡാറ്റയുടെ മാത്രം അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ ഈ AI-ക്ക് കഴിയും. പൊതുസംഭരണത്തിലെ അഴിമതിയും ധൂർത്തും കുറയ്ക്കുന്നതിന് ഡിയേലയുടെ പ്രവർത്തനം ഒരു നിർണായക വഴിത്തിരിവാണ്. മനുഷ്യന്റെ ഇടപെടലുകൾ കുറയുന്നതോടെ ടെൻഡറുകൾ നൽകുന്നതിലെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും വ്യക്തിപരമായ താല്പര്യങ്ങളും ഇല്ലാതാക്കാൻ സാധിക്കുമെന്നാണ് പ്രധാനമന്ത്രി പ്രതീക്ഷിക്കുന്നത്. ഡിയേലയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്, ഈ മന്ത്രിക്ക് ശമ്പളമോ ഔദ്യോഗിക പദവികളോ പോലീസിന്റെയോ പട്ടാളത്തിന്റെയോ അകമ്പടിയോ ആവശ്യമില്ലെന്നതാണ്. ഒരു സാധാരണ മന്ത്രിക്ക് വേണ്ടിവരുന്ന ചെലവുകൾ പൂർണ്ണമായും ഒഴിവാക്കാൻ ഈ AI സംവിധാനം സർക്കാരിനെ സഹായിക്കുന്നു. പാർലമെന്റ് അംഗങ്ങൾക്ക് AI സഹായികളെ നൽകാനുള്ള തീരുമാനം അൽബേനിയയുടെ ഭരണരംഗത്ത് സുതാര്യതയും കാര്യക്ഷമതയും കൊണ്ടുവരുന്നതിനുള്ള AD റാമയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമാണ്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അഴിമതിയുടെ വേര് അറുക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അന്താരാഷ്ട്ര രംഗത്ത് അൽബേനിയയുടെ ഈ നീക്കം വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ലോകത്ത് ഒരു പാർലമെന്റിൽ ഇത്രയധികം AI അസിസ്റ്റന്റുമാരെ ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ ഇത് ആദ്യമായിരിക്കാം. മറ്റ് രാജ്യങ്ങൾക്കും ഇതൊരു മാതൃകയാകുമോ എന്നും ലോകം ഉറ്റുനോക്കുന്നു. എങ്കിലും ഈ നീക്കത്തിനെതിരെ ചില വിമർശനങ്ങളും ഉയരുന്നുണ്ട്. AI-ക്ക് ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എത്രത്തോളം ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടാകും? മനുഷ്യന്റെ വികാരങ്ങളെയും സാമൂഹിക പ്രശ്നങ്ങളെയും AI-ക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുമോ തുടങ്ങിയ ചോദ്യങ്ങൾ സജീവമാണ്. പ്രധാനമന്ത്രി AD റാമയുടെ പ്രഖ്യാപനം ഒരു തമാശ രൂപേണയുള്ള പ്രയോഗമാണെങ്കിലും അതിന് പിന്നിലെ സാങ്കേതിക ലക്ഷ്യം വളരെ ഗൗരവമുള്ളതാണ്. AI-യെ ഒരു മന്ത്രിയായും പുതിയ അസിസ്റ്റന്റുമാരെ കുട്ടികളായും വിശേഷിപ്പിച്ചത് AI സാങ്കേതിക വിദ്യയെ സാധാരണ ജനങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള ഒരു മാർഗമായും കണക്കാക്കാം. AI-യുടെ ഈ പുതിയ ഉപയോഗം ജനാധിപത്യ പ്രക്രിയയെ എങ്ങനെ ബാധിക്കുമെന്നതാണ് മറ്റൊരു പ്രധാന വിഷയം. AI-യുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് MP-മാർ പ്രവർത്തിക്കുമ്പോൾ അവരുടെ സ്വന്തം രാഷ്ട്രീയ വിവേചനാധികാരത്തിനും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയ്ക്കും എന്ത് സംഭവിക്കും? സർക്കാരിന്റെ വിവിധ തലങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാൻ DLA പോലെയുള്ള AI-കൾക്ക് കഴിയും. ടെൻഡറുകൾ, ബില്ലുകൾ, നയങ്ങൾ തുടങ്ങിയവയുടെ ഡാറ്റ വിശകലനം ചെയ്യുന്നതിലൂടെ മനുഷ്യന്റെ പിഴവുകൾ ഒഴിവാക്കാനും വേഗത വർദ്ധിപ്പിക്കാനും സാധിക്കും. ഇതാണ് അൽബേനിയൻ പരീക്ഷണം നൽകുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ.
2026 83 AI സഹായികൾ പാർലമെന്റിൽ എത്തുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും സാങ്കേതികമായി മുന്നോട്ട് നിൽക്കുന്ന ഭരണകൂടങ്ങളിൽ ഒന്നായി അൽബേനിയ മാറും. ലിയേലയുടെ ഗർഭധാരണവും പ്രസവവും എന്ന കൗതുകകരമായ പ്രഖ്യാപനത്തിന് പിന്നിൽ ഭരണരംഗത്തെ ശുദ്ധീകരിക്കാനുള്ള ഒരു രാജ്യത്തിന്റെ ശക്തമായ ഇച്ഛാശക്തിയാണ് നിലകൊള്ളുന്നത്.